ഹായ് ഓൾ, ഇന്ന് നമ്മൾ സെറ്റ് കെമിസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. For a first order reaction, 75% of the reaction completes after 32 minutes. What is the time taken to complete 50% of the reaction? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം 75% ഓഫ് ദി റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 32 മിനിറ്റ് എടുത്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 50% കംപ്ലീറ്റ് ആവാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ ലോജിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നിങ്ങൾ 75% കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 32 മിനിറ്റ് ആവശ്യമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനിഷ്യലി എൻ്റെ കയ്യിലുള്ള ആളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് എ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഒരു ടി ഹാഫ് കഴിയുമ്പോഴത്തേന് ഈ എയുടെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും? അവരുടെ 50% മാറും അല്ലേ? ഒരു ടി ഹാഫ് കൂടെ കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? 50ന്റെ പകുതിയായിട്ടുള്ള 25% ആയിട്ട് മാറും. അപ്പോൾ നോക്കിക്കേ, നിങ്ങൾ ആദ്യത്തെ ടി ഹാഫ് കഴിഞ്ഞപ്പോൾ 50% മാറി, അടുത്ത ടി ഹാഫ് കഴിഞ്ഞപ്പോൾ ഈ 50%ന്റെ 25% മാറി. അതായത് മൊത്തത്തിൽ ഇവിടെ എത്ര ചേഞ്ച് സംഭവിച്ചു? 75%ന്റെ ചേഞ്ച് സംഭവിച്ചു. ഓക്കെ, 75%ന്റെ ചേഞ്ച് സംഭവിക്കാൻ 32 മിനിറ്റ് എടുത്തു. ഓക്കെ, 75%-നകത്ത് എത്ര ടി ഹാഫ് ഇൻക്ലൂഡഡ് ആണ്? 2 ടി ഹാഫ്. അപ്പോൾ 2 ടി ഹാഫിന്റെ വാല്യൂ ആണ് 32. ഓക്കെ, അപ്പോൾ ഒരു ടി ഹാഫിന്റെ വാല്യൂ എന്താണ്? 32 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 60. സോ ഹാഫ് ലൈഫിന്റെ വാല്യൂ ഇവിടെ, അല്ലെങ്കിൽ ഹാഫ് ലൈഫാണ് 50% കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. ഓക്കെ, സോ ടി ഹാഫ് അല്ലെങ്കിൽ 50% കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 16 മിനിറ്റ് ആണ്. ഓക്കെ, താങ്ക് യു.